കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദാരമതികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വേലൂർ കുറുമാലിൽ ആരംഭിച്ച രണ്ടാമത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവയവദാനം കച്ചവടമാകുന്നതാണ് ഈ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിയമങ്ങൾ കർശനമാക്കിയതോടെ അവയവങ്ങൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. രോഗിയുടെ അവസ്ഥയനുസരിച്ച് അവയവദാന നിയമങ്ങൾ ഉദാരമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണാനന്തര അവയവദാനത്തെ സർക്കാർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ചിലർ മതങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണം അവയവദാനത്തിന് വിഘാതമായി മാറുന്നു. മായം കലർന്ന ഭക്ഷണമാണ് മനുഷ്യരെ മാറാരോഗികളാക്കുന്നത്. ഇതിനെതിരെയുള്ള ശിക്ഷാരീതി കൂടുതൽ കടുപ്പിച്ചാൽ മാത്രമേ മായം ചേർക്കലിന് തടയിടാൻ കഴിയുകയുള്ളൂവെന്നും ആരോഗ്യമേഖലയിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവയവദാനത്തിന് വേണ്ടി ആളുകൾ മുന്നോട്ട് വരുന്നു. അത് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ കമ്മിറ്റി വെക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ കമ്മിറ്റി എടുക്കുന്ന മുഴുവൻ അംഗീകരിച്ചാൽ രോഗിക്ക് ആവശ്യത്തിനുള്ള കിഡ്നിയോ ലിവറോ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത്തെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൽ 10 മെഷീനുകളാണുള്ളത്. ഫെഡറൽ ബാങ്ക് ഫോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇതോടെ ഡയാലിസിസ് സെന്ററിൽ 20 ബെഡുകളായി. ഒരു ദിവസം 40 രോഗികൾക്ക് ഡയാലിസിസ് നടത്താം. ഫിസിയോ ടുഡേ UK സഹായത്തോടെ ആരംഭിച്ച സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഓപ്പൺ ജിം, വിശാല കിഡ്നി ഗ്രീൻ പാർക്ക് എന്നിവയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ആമുഖ പ്രഭാഷണം നടത്തി. അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടമ്പാണി മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ഫാദർ ജോൺസൺ പടിഞ്ഞാക്കര, ഫാദർ സേവ്യർ ക്രിസ്റ്റി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രമീള സുബ്രഹ്മണ്യൻ, സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ കവിത ബാബു, KA പോൾസൺ, EK സതീഷ്, ഷീന സാബു, KFA വൈസ് ചെയർമാൻ G മോഹനചന്ദ്രൻ, പ്രിൻസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.